വിധി പറഞ്ഞതിന് ശേഷവും ഇത്ര കണ്ട് ചർച്ചയായ ഒരു കേസ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ DG നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നതിന് മുൻപ് സർക്കാരിന് നിയമോപദേശം നൽകിയിരിക്കുന്നത്. ഈ വിധിക്കകത്ത് ദിലീപ് വരുള്ളൂ. 9 ഫോൾഡറിന്റെ കാര്യം പറയുന്നില്ലല്ലോ ഇവിടെ. ഇല്ല. അപ്പൊ 9 ഫോൾഡർ ഉണ്ടെങ്കിൽ 9 ഇവിടെ രേഖപ്പെടുത്തണം. ആ 9ന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കണം ദിലീപ്. അത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ മാധ്യമങ്ങൾ ഇത് ഭയങ്കരമായിട്ട് ദിലീപിന് പിന്നിലുള്ളത് അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം? ഞാൻ അല്ലെങ്കിൽ വെറുതെ ചോദിച്ചോട്ടെ, ആരെയും കുറ്റം പറയാനല്ലോ കേട്ടോ. എനിക്ക് ഈ പറയുന്നവരെല്ലാം നല്ല ബന്ധവും സ്നേഹവും ഒക്കെയാണ്. ആദ്യ ദിവസം ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചില ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലായി? ഇപ്പോഴും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഈ ഒരു കേസ്, ഇതിനകത്തൊരു വിധി വന്ന് ഇതിനകത്ത് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിനകത്ത് ഇൻവോൾവ്ഡ് അല്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കിന് ഒരുപാട് ആൾക്കാരങ്ങ് അസ്വസ്ഥരായി. അവർക്ക് പിന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കാനായിട്ട് യാതൊരുവിധ കാര്യങ്ങളും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് വീണ്ടും മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആയതിനെ കുറിച്ചും വിധി നിർണയിച്ച വിധി കർത്താവിനെ കുറിച്ചും കോടതിയിൽ ഈ കേസ് ഏത് രീതിയിലാണ് പരിഗണിച്ചതെന്നും വന്നിട്ടുള്ള വിധിക്കകത്ത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ആഡ് ഓൺ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതൊരു ചർച്ചാ വിഷയമാക്കി ദിലീപിനെ ഇതിനകത്തൊരു പ്രതിയാക്കി എടുക്കാനായിട്ട് സൃഷ്ടിക്കുന്ന വെറും മാധ്യമ പ്രവർത്തനമായിട്ട് മാത്രമേ ഈ ഒരു കാര്യം നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയൂ. കാരണം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നമ്മൾ ഇതിനകത്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തുള്ള വിധി കുറിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വ്യക്തമായിട്ടുള്ള പല വീഡിയോസും തെളിവ് സഹിതം എടുത്തു വെച്ച് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന സാറ്റലൈറ്റ് ചാനലുകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് മീഡിയാസ് ഇതുപോലെ വ്യക്തമായിട്ട് ഈ വിധിയിലെ ഓരോ ഭാഗങ്ങൾ എടുത്തു വെച്ച് ഇത് ഇന്നയാണ്, ഇത് ഇങ്ങനെയാണ്, ഇതാണ് ദിലീപിനെതിരെ അല്ലെങ്കിൽ ദിലീപിന് ഈ കേസിലേക്ക് ഇൻവോൾവ് ചെയ്യാതിരിക്കാനുള്ള തെളിവുകൾ ഇതൊക്കെയാണ്, ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതൊക്കെയാണ് എന്ന് പ്രോപ്പറായിട്ട് എന്തുകൊണ്ട് അവരെടുത്ത് വെച്ച് കാണിച്ചിട്ടില്ല? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇവർ ഈ കേസ് ഉണ്ടായ സമയം മുതൽ ഈ നിമിഷം വരെ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്കെതിരെ സംസാരിച്ചിരിക്കുമ്പോൾ ഈ ഡിസംബർ 9-ാം തീയതി ഇതിനെതിരെ ഒരു വിധി വന്ന് ദിലീപ് ഇതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ക്രെഡിബിലിറ്റി എവിടെ പോകുന്നു? ക്രെഡിബിലിറ്റി എങ്ങനെ നശിക്കുന്നു? ആ നശിക്കുന്നു എന്നുള്ളതിന്റെ ഒരു യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും ഇവർ വീണ്ടും ഈ ഒരു കാര്യത്തിൽ ദിലീപ് ഇൻവോൾവ്ഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസുകൾ പടച്ചു വിട്ട് അല്ലെങ്കിൽ ഇതിനെതിരെ വീണ്ടും സംസാരിക്കാനായിട്ട് ആൾക്കാർ മുന്നിലേക്ക് വരുന്നത്. ഇതൊരു ഗൂഢാലോചന എങ്ങനെ വന്നു എന്നുള്ളൊരു കാര്യം രാഹുൽ ഈശ്വർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ അതിനകത്ത് വെക്കാം. അതിനുശേഷം ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു ന്യൂസ് കണ്ടതിന് ശേഷം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ക്രിട്ടിക് ഭാസ്കർ എന്ന് പറഞ്ഞൊരു ചാനൽ. അപ്പോൾ ആ ചാനലിൽ വ്യക്തിയായിട്ട് ഞാൻ സംസാരിക്കാൻ ഇടയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ കേസിൻ്റെ വിധി വ്യക്തമായിട്ട് വായിച്ച് അതിൻ്റെ ഓരോ ലൂപ്പ് ഹോൾസും ഏതൊക്കെയാണെന്നുള്ളത് വീഡിയോ സഹിതം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പോലും ഈ പറഞ്ഞിട്ടുള്ള കാര്യം എവിടെയാണെന്ന് കിട്ടിയിട്ടില്ല. എന്നാൽ എനിക്ക് തോന്നുന്നൊരു കാര്യം പറയാം, ഇവർ 2 റിപ്പോർട്ടായിരുന്നു കോടതിയിൽ സമർപ്പിച്ചത്. അതായത് 263 677 ആണ്. ഈ 2 റിപ്പോർട്ടിനകത്തും ഈ ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. അവർ തന്നെ, അതായത് പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിനകത്ത് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ കേസിന്റെ ഒരു വിധി വന്നതിന് ശേഷവും ഇതൊരു തെളിവായിട്ട് മുന്നിലേക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ, അതായത് മെമ്മറി കാർഡ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് മെമ്മറി കാർഡിനകത്ത് ആഡ് ഓൺ ചെയ്ത നിലവിലുള്ള 8 ഫോൾഡറിന്റെ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തെളിവുകളും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇപ്പം ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? ആ തന്നിട്ടുള്ള ഡിജിറ്റൽ തെളിവ് എന്താണോ അതിനകത്ത് എന്തെങ്കിലും ഇവരെതിരെ തെളിവുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഡിലീറ്റ് നടന്നിട്ടില്ല. നമുക്ക് ആദ്യം ഈ ഒരു കേസ് എന്താണെന്ന്, അതിന്റെ വാർത്ത എന്താണെന്ന് ആയി നോക്കാം. അതിനുശേഷം ബാക്കി 2 വോയിസ് ക്ലിപ്പിലേക്ക് ഞാൻ വരാം. ഓക്കെ. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശത്തിലുള്ളത്. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയ നിഴലിലാണ് വിചാരണ കോടതി ജഡ്ജിയെന്നും അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നുമാണ് ഈ നിയമോപദേശത്തിൽ പറയുന്നത്. പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പും ഈ നിയമോപദേശത്തിലുണ്ട്. ദിലീപിനെതിരെ സമർപ്പിച്ച ഗൌരവമേറിയ തെളിവുകൾ പക്ഷപാതത്തോടെ കോടതി തള്ളിയെന്നും ജഡ്ജി പെരുമാറിയത് വിവേചനപരമായി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. വിധി പറഞ്ഞതിന് ശേഷവും അത്തരത്തിലൊരു തെള്ളുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് അല്ലേ, പ്രോസിക്യൂഷൻ അല്ലേ? അങ്ങനെ തെള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ പുറത്ത് വന്നിട്ട് ഈ തെളിവുകൾ കോടതി പരിഗണിച്ചില്ല എന്ന് പറയുന്നു? അവരങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ആ പുറത്ത് വന്നതിന് ശേഷം അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആര് പറഞ്ഞു പ്രോസിക്യൂഷൻ തോറ്റു എന്നുള്ളൊരു കാര്യം? പ്രോസിക്യൂഷൻ തോറ്റിട്ടില്ല. കാരണം ആദ്യത്തെ 1 മുതൽ 6 പേർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ പ്രോസിക്യൂഷൻ അവിടെ വിജയിച്ചു. 7 പ്രതികൾക്കാണ് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയാഞ്ഞത്. അങ്ങനെയാണ് അവർ വാദിച്ചത്.
ഇപ്പൊ ദാ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 29 ദിവസം ആയപ്പോഴത്തേന് ഈ കേസ് വേറൊരു രീതിയിലേക്ക് വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് വിടുന്നു. കാരണം ജനങ്ങളുടെ മനസ്സിൽ കൺവിൻസ് ആവുന്നത് ദിലീപ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പ്രതിയായിട്ടാ. അത് അതുപോലെ തന്നെ ചിത്രീകരിച്ച് വീണ്ടും ഇനി വരുന്ന കാലങ്ങളോ അല്ലെങ്കിൽ ദിലീപ് എന്ന് മരിക്കുന്നു അന്ന് വരെ ഇതുപോലെ തന്നെ കൊണ്ടുപോകണമെന്നായിരിക്കും ഇത് ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും കാണിച്ചു കൂട്ടുന്നത്. ഇത്ര കണ്ട് ചർച്ചയായ ഒരു കേസ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ DG നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നതിന് മുൻപ് സർക്കാരിന് നിയമോപദേശം നൽകിയിരിക്കുന്നത്. ആ നിയമോപദേശത്തിന്റെ പകർപ്പാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ കിട്ടിയിരിക്കുന്നത്. ആ പകർപ്പിലാണ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ജഡ്ജിക്കും കോടതിക്കും അതിനൊപ്പം തന്നെ ഈ കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപിനുമെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷപാതപരമായി മറ്റൊരു ജഡ്ജിയും പെരുമാറാത്ത തരത്തിൽ ഒരു കേസിൽ ഈ ജഡ്ജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഈ കേസിൽ പെരുമാറി എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത് തന്നെ. ഈ പ്രോസിക്യൂഷന്റെ DGയുടെ ഉപദേശത്തിൽ ഈ നേരത്തെ പ്രോസിക്യൂട്ടറായിരുന്ന അജകുമാറിന്റെ വിശദമായ നോട്ടും ഉണ്ട്. അതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ ആദ്യം തന്നെ പറയുന്നത് ഈ ജഡ്ജിക്ക് ഈ കേസിൽ വിധി പറയാൻ യാതൊരു അവകാശവുമില്ല, വിധി പറയാൻ സാധിക്കുകയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ചോർന്നു എന്ന ഗുരുതരമായ ഒരു കേസിന്റെ അന്വേഷണം നടക്കുകയാണ്. അതിൽ ആരോപണ വിധേയയാണ് ഈ ജഡ്ജി. അതിൽ സംശയ നിഴലിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി. അവർക്ക് അതുകൊണ്ട് ഇതിൽ വിധി പറയാൻ സാധിക്കുകയില്ല എന്നതാണ് പറയുന്നത്. അങ്ങനെ ഒരു ജഡ്ജിയാണ് ഇപ്പോൾ ഈ കേസിന്റെ വിധി പറഞ്ഞിരിക്കുന്നത് എന്ന് എടുത്തു പറയുന്നു. ആ സംഭവം ഇതേ പ്രോസിക്യൂഷൻ തന്നെയാണ് ഒരു വനിതാ ജഡ്ജി വേണം വിധി പറയാനെന്ന് പറയുന്നത്. ഈ വനിതാ ജഡ്ജി വന്നപ്പോഴത്തേക്കും ഇവർ വിചാരിച്ച് തെളിവുകളുടെ അഭാവങ്ങൾ ഉണ്ടെങ്കിലും ദിലീപ് പ്രതിയാണെന്ന് ബാക്കിയുള്ളവർ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇവരുടെ അഡ്വക്കേറ്റ് മിനി സംസാരിക്കുന്നത് പോലെ ഡയറക്റ്റ് തെളിവുകളൊന്നും ഇല്ലെങ്കിലും ഈ പറയുന്ന ദിലീപ് പ്രതിയാണെന്ന് പറഞ്ഞ് അടച്ച് തീർത്ത് കളയുന്നുള്ള കാര്യം. അവർ വ്യക്തമായിട്ട് തെളിവുകളോടുകൂടി തന്നെ സംസാരിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പുറത്തേക്ക് വിട്ടു. അപ്പം ഇവർ ഉദ്ദേശിച്ചത് ഇവർ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇവർ ഉദ്ദേശിച്ചത് അതിജീവിതയ്ക്ക് ഈ പറയുന്ന നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, ദിലീപിനെ പ്രതിയാക്കി ദിലീപിനെ അവസാനിപ്പിക്കുക. അതായിരുന്നു ഈ കേസിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത് ഇപ്പൊ ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കുമ്പോഴത്തേന് ജനങ്ങൾക്കിടയിൽ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം. ഇനി രാഹുൽ ഈശ്വർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കേൾക്കാം. അതിനുശേഷം ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാനത് ആഡ് ചെയ്യാം. ശ്രീ ദിലീപ് ഇതിന് പിന്നിലുള്ളത് അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം? ഞാൻ അല്ലെങ്കിൽ വെറുതെ ചോദിച്ചോട്ടെ, ആരെയും കുറ്റം പറയാനല്ലോ കേട്ടോ. എനിക്ക് ഈ പറയുന്നവരെല്ലാം നല്ല ബന്ധവും സ്നേഹവും ഒക്കെയാണ്. ആദ്യ ദിവസം ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചില ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലായി? ആ പച്ചക്കള്ളകൾ പൊളിഞ്ഞു വീണേണ്ട ജാള്യത ചില മീഡിയക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ചർച്ചയെടുത്ത് എങ്ങനെയെങ്കിലും ശ്രീ ദിലീപിനെ കൊടുക്കാൻ നോക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറിയുടെ അഭിമാനമാണ് ജഡ്ജി ഹണി വർഗീസ്. ആ ഹണി വർഗീസ് എന്ന സ്ത്രീയുടെ നട്ടെല്ലുകൊണ്ടും ധൈര്യവും സത്യസന്ധതയും നീതിബോധവും ഉള്ളതുകൊണ്ടാണ് ദിലീപേട്ടനും കുടുംബവും ഈ കേസിന്റെ സത്യം വെളിവന്നത്. ഇത് വ്യക്തമായിട്ടൊരു ഗൂഢാലോചനയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു ഗൂഢാലോചനയാണെന്നുണ്ടെങ്കിൽ ലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിനകത്ത് പ്രതിയായിട്ട് വരുമോ? കാരണം ലാലിന്റെ ഇൻവോൾവ്മെന്റ് ഈ കേസിനകത്തൊരു 80% പല സൈഡിങ്ങളും നമുക്ക് കാണാൻ പറ്റും. ലാലിന്റെ മകൻ അതേ സെറ്റിൽ തന്നെ ഒരു പീഡനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ ഇതിനകത്ത് വെറും CW, അതായത് കോർട്ട് വിറ്റ്നസ് കണ്ട അങ്ങനെ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. ലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിനകത്തല്ല. ഈ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ സൗണ്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലാൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടാണ് ഇത് എൻഹാൻസ് ചെയ്തതെന്ന് വരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പോലും അതിന്റെ ഓണർ ആയിട്ടുള്ള വ്യക്തി ഇതിനകത്ത് പ്രതിയല്ല. അതായത് അരുവിക്കൂടെ മൂലക്കൂടെ പോയ അതായത് വണ്ട് റെന്റിന് കൊടുത്ത ആള് വരെ ഇതിനകത്ത് പ്രതിയായിട്ട് വന്നിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്രയധികം തെളിവുകളും, അതായത് ലാലിന്റെ വീട്ടിലേക്ക് വരാനായിട്ട് അയച്ചു കൊടുത്ത വണ്ടി, ലാല് വിട്ട ഡ്രൈവർ, ലാലിന്റെ സിനിമയിലെ ഷൂട്ടിങ്, ലാലിന്റെ ഇതിനകത്ത് പ്രൊമോഷന് വേണ്ടി വരുന്ന ഒരാള്, ഇത്രയും കാര്യങ്ങൾ ലാലുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിട്ട് എന്തുകൊണ്ട് ലാൽ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് വരുന്നില്ല? ഈ കാണുന്ന ജനങ്ങൾക്ക് ഈ വ്യക്തമായ ഈ തെളിവുകളും കൂടെ കേട്ട് കഴിഞ്ഞാൽ ചോദിക്കാവുന്ന മിനിമം ചോദ്യം ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഇൻവോൾവ്മെന്റ് എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു തരണം. അത് കേസ് എടുത്ത് തന്നെ ലാലിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട്, അത് ആ രീതിയിൽ തന്നെ കാണിച്ചു തരണം. ഇനി നമുക്ക് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞ 263 677, ഇത് ഈ 2 റിപ്പോർട്ടുമായിരുന്നു ഈ മെമ്മറി കാർഡും ഇതിന്റെ ഹാഷ് വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഈ മെമ്മറി കാർഡിലേക്ക് വരുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയും, ഒരു കേസ് നമ്മൾ തെളിയിക്കുമ്പോൾ ഒരു മെമ്മറി കാർഡിന് അതൊരു എവിഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ ആ മെമ്മറി കാർഡ് എവിടെ ഇട്ടെന്ന് പറഞ്ഞോണ്ടാ ചന്തി കുത്തി കയറ്റിട്ടാണ് മെമ്മറി കാർഡ് ഇടുന്നത്. ഇതിടാൻ ഒരു മൊബൈൽ ഫോൺ വേണ്ടേ? ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം തൊണ്ടിയാണോ? ഈ തൊണ്ടി എന്താ കണ്ടുപിടിക്കാൻ കഴിയാത്ത? ഈ തൊണ്ടി കണ്ടുപിടിക്കാതെ ഒരു മെമ്മറി കാർഡ് മാത്രം ഒരു തെണ്ടി തന്നെന്ന് പറഞ്ഞ് അതെടുത്തോണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഓപ്പറേറ്റ് ചെയ്ത ഫോണില്ല, പക്ഷേ മെമ്മറി കാർഡ് ഉണ്ട്. അതാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ മെയിൻ തെളിവായിട്ട് വരുന്നത്. എന്തായാലും നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം. 8 ഫോൾഡറിലും 8 ഫോൾഡറിന്റെയും വ്യക്തത വരുത്തിയിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്, അല്ലേ? അതെ അല്ലേ? ഈ 8 ഫോൾഡറിനകത്തും ഒരു കാരണവശാലും ദിലീപില്ല. ഉണ്ടോ? ഇല്ല. പിന്നെ 9ാമതൊരു ഫോൾഡർ വേണം. എന്ത്?
ചിലപ്പം വിളിയായിരിക്കാം, വർത്താനായിരിക്കാം, കാഴ്ച. ആ 9ാമത്തെ ഫോൾഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വിധിക്കകത്ത് ദിലീപ് വരുള്ളൂ. 9 ഫോൾഡറിന്റെ കാര്യം പറയുന്നില്ലല്ലോ ഇവിടെ. ഇല്ല. അപ്പൊ 9 ഫോൾഡർ ഉണ്ടെങ്കിൽ 9 ഇവിടെ രേഖപ്പെടുത്തണം. ആ 9ന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കണം ദിലീപ്. അത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ മാധ്യമങ്ങൾ ഇത് ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. വെറുതെ വിട്ടിട്ട് ആ പുള്ളി അവിടെ വീട്ടിലിരിക്കാൻ സഹിക്കുന്നില്ല. ഇല്ല. ഇടയിൽ ഇവര് പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഞാൻ വായിച്ച് തീർന്നതേ ഉള്ളൂ, അപ്പൊ നീ വിളിക്കുന്നത്. ഇവര് പറഞ്ഞിരിക്കുന്നത് ദിലീപും പൾസർ സുനിയുമായിട്ടുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിജിറ്റൽ രേഖ തെളിയിച്ച് സമർപ്പിച്ചിട്ട് കോടതി അംഗീകരിച്ചിട്ടില്ലെന്നാ പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ മീഡിയയ്ക്ക് അത് വന്നിട്ടുള്ള തെളിവുകൾ എന്താണ്? വ്യക്തമായ കോടതി കൊടുത്തിട്ടുള്ള തെളിവുകൾ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇവർ മോർഫ് ചെയ്ത ഫോട്ടോ, ദൂരെ നിൽക്കുന്ന ദിലീപിന്റെ CC ക്യാമറയിലുള്ള ഫോട്ടോ, ഇവർ തമ്മിൽ റിലേഷൻ കാണിക്കുന്നു എന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് കോടതി തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് മാനിപ്പുലേറ്റ് ചെയ്ത തെളിവുകളാണെന്ന്. ഇത്തരത്തിലുള്ള തെളിവുകൾ, ഈ പറയുന്ന പൾസർ സുനിയെ ഒളിക്യാമറ വെച്ചെടുത്തിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ്, സ്വന്തമായിട്ട് എഴുതിയ കത്ത്, ഈ സാധനങ്ങളൊക്കെയാണ് ദിലീപിനെതിരെയുള്ള തെളിവെന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള തെളിവുകൾ. എന്നിരുന്ന ഈ കേസിന്റെ ഒരു വിധി എന്നിട്ട് ഏതെങ്കിലും ഒരു മാധ്യമം എടുത്തു വെച്ച് ഇതിന്റെ ജെനുവിൻ തെളിവ് ഇതാണ്, ഇതിന്റെ കേസ് ഇതാണ്, ഇതിന്റെ കേസ് വിധി ഇതാണ് എന്ന് എവിടെങ്കിലും ഒരിടത്ത് ചർച്ച ചെയ്തിട്ടുണ്ടോ? ചർച്ച ചെയ്യത്തില്ല. ഇവരുടെ ക്രെഡിബിലിറ്റി നശിക്കുന്നതുകൊണ്ട് ചർച്ച ചെയ്യാത്ത. പക്ഷെ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഈ സാധനങ്ങൾ ഇതിന്റെ പേപ്പർ വൈസ് എടുത്തു വെച്ച് പ്രോപ്പറായിട്ട് അതിന്റെ പേജ് നമ്പർ, പാരഗ്രാഫ് സഹിതം എടുത്തു വെച്ച് സംസാരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇത് വ്യക്തമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന, അല്ല വ്യക്തമായിട്ട് കാണണമെന്ന് വിചാരിക്കും ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇതെന്താണെന്നുള്ളത്. അല്ലാതെ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളൊന്നും പ്രോപ്പറേ അല്ല. അവരവരുടെ റീച്ചിന് വേണ്ടിയും, അതായത് ഒഴുക്ക് എങ്ങോട്ടാണ്, ആ ഒഴുക്ക് അങ്ങോട്ടാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം, അപ്പൊ ജനസമ്മതി കൂടുതൽ കിട്ടും, അത്രേ ഉള്ളൂ. അതാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. ഏതൊക്കെയായാലും ഈ ഒരു മെമ്മറി കാർഡ് മാത്രമല്ലേ ഉള്ളൂ ഡിജിറ്റൽ രേഖയായിട്ട് ഇരിപ്പുള്ളൂ, അല്ലേ? വേറെ വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മളിത് വീഡിയോ ചെയ്തതിനകത്തല്ല, ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റൽ ഇത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ലാലിനെ പിടിച്ചിട്ടുമില്ല. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ലാൽ മീഡിയയിൽ കൊണ്ടുപോയി ഇവര് സൗണ്ട് എൻഹാൻസ് ചെയ്തത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവരും ഇതിനകത്ത് ഇതല്ലേ. പിന്നെ ലാലിനെ ഇതുവരെ പിടിച്ചിട്ടില്ല. അത് തന്നെയല്ല, ലാലിന്റെ മകൻ ഈ കേസിൽ, ഈ ഒരു സിനിമയിൽ തന്നെ സ്ത്രീകളെ പീഡിപ്പിച്ച കേസിൽ പെട്ടതാണ്. അവൻ പുണ്യാളനാണ്. അപ്പം അതെ, അയാൾ ഇതിനകത്ത് മറ്റേ ഇതല്ലേ, കോർട്ട് വിറ്റ്നസോ, CW. കോർട്ട് വിറ്റ്നസ് ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ ഞാനെല്ലാം മറന്നുപോയി, കുറെ ദിവസമായില്ലേ. ഇനിയിപ്പോ നമ്മള് അതല്ല, ഈ സംഭവം പിന്നെ ലാലിനെ പിടിച്ചിട്ടില്ല. കാര്യം എന്താ? അപ്പൊ ഇതിനകത്ത് എന്നതാ, മെമ്മറി കാർഡിനകത്ത് ഉള്ള ഫോൾഡർ എല്ലാം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഇത്ര ഫോൾഡറേ ഉള്ളൂ, ഇത്ര ഫോൾഡറിനകത്ത് ഇന്നത്തെ കാര്യമേ ഉള്ളൂ. അതിനകത്ത് മാറ്റം ഉണ്ടായിട്ടില്ല. ഇല്ല. പിന്നെ ഈ ഇതിനകത്ത് മെമ്മറി കാർഡിനകത്തുള്ള ഹാഷ് വാല്യൂ മാറിയതെന്ന് വെച്ചാൽ ഡിലീറ്റഡ് ആയിട്ടുള്ള ഫോൾഡർ പുതിയതായിട്ട് ആഡപ്പ് ചെയ്തതേ ഉള്ളൂ, അല്ലാതെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഈ ആഡപ്പ് ചെയ്ത ഫോൾഡർ ഒരിക്കലും ദിലീപിന് എതിരാകണമെങ്കിൽ ദിലീപിനെ കുറ്റകരമായിട്ട് അത് ബാധിക്കണം, അല്ലേ? അത് ബാധിച്ചിട്ടില്ല. ഇത് ആഡ് ചെയ്യണമെങ്കിലും എടുക്കണമെങ്കിലും ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ തന്നെയല്ലേ ഇതെല്ലാം ഇരുന്നത്. പിന്നെ കോടതിയിലും ഇത് ചെയ്തത് തന്നെ. തീർച്ചയായിട്ടും. കാരണം ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്കെതിരെ തെളിവുകൾ പറഞ്ഞിട്ടുള്ളതും തെളിവുകൾ കൊടുത്തിട്ടുള്ള വ്യക്തികളുടെ കയ്യിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ഫോറൻസിക് റിപ്പോർട്ട് ഇരുന്നത്, ഫോറൻസിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവർ വരെ ദിലീപിനെതിരെ മൊഴി കൊടുത്തിട്ടുള്ള വ്യക്തികളാണ്. അത്തരത്തിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ സാധനത്തിനകത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു സാധനം, അതായത് തെളിവുകളൊന്നും ഡിലീറ്റ് ആയി പോയിട്ടില്ല. അതിനകത്ത് ആഡ് ഓൺ ചെയ്തു എന്ന് ഇവരുടെ റിപ്പോർട്ടിൽ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. ആഡ് ഓൺ ചെയ്ത് എവിടെയാണെന്ന് അവർ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനിടയിൽ ഒരു മാനിപ്പുലേഷൻ നടത്തിയെന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇതിന്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിലീപിന് അനിയന്റെ ഫോണിനകത്ത് 8 വീഡിയോ ക്ലിപ്പ് കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രകുമാർ പറഞ്ഞൊരു കാര്യം. എന്നാൽ ഇതുവരെ ഏതെങ്കിലും ഒരു മാധ്യമം എടുത്തു വെച്ചിട്ട് ആ വീഡിയോ അല്ല കണ്ടത്, അതിന്റെ ഒരു വിഷ്വൽ ട്രാൻസ്ക്രിപ്റ്റ് കണ്ടതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് എവിടെയെങ്കിലും പറയുന്നുണ്ട്. എന്നാൽ ആ വിധിക്കകത്ത് പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. അതായത് ഇത് ദിലീപ് ഉൾപ്പെടെ, അതായത് പ്രോസിക്യൂഷന്, ജഡ്ജ്, ദിലീപിന്റെ അഡ്വക്കേറ്റ് രണ്ടുപേരും ഇവരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഇത് കാണുകയും ഈ കണ്ട സാധനം വിഷ്വൽ ട്രാൻസ്ക്രിപ്റ്റ് കണ്ടത് എന്താണെന്ന് എഴുതിയെടുക്കുന്നു നോട്ടായിട്ട്. ഈ നോട്ടായിട്ട് എഴുതിയ സാധനം ദിലീപിന്റെ അഡ്വക്കേറ്റിന്റെ അസിസ്റ്റന്റ് കൈമാറുന്നു, ഇതൊരു നോട്ടാക്കുന്നു. ആ നോട്ടാണ് ദിലീപിന്റെ അനിയൻ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അത് അവരുടെ വക്കീൽ ഓഫീസിൽ നിന്നായിരിക്കും ആ വിധി പകർപ്പിന്റെ, അതായത് ഈ വിഷ്വൽ ട്രാൻസ്ക്രിപ്റ്റ്, ഈ കണ്ട കാര്യം, അതായത് തിരക്കഥ പോലെ കണ്ട കാര്യം എഴുതിയെടുത്തത്. ആ സാധനമാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതാണ് ഫോണിനകത്ത് കണ്ടുപിടിച്ചത്.
എന്നിട്ട് അതുപോലും ഈ നിമിഷം വരെ എടുത്തു വെച്ചിട്ട് അതും അത്തരത്തിലുള്ള വിഷ്വൽ ട്രാൻസ്ക്രിപ്റ്റ് ആണ് അത്തരത്തിലൊരു ഫോണിൽ കണ്ടതെന്ന് ഏതെങ്കിലും ഒരു മാധ്യമം പറയുന്നുണ്ടോ? എന്നാൽ അത് ആ വിധി പറയുന്നുണ്ട്. അത് ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ചാനലുകൾ എടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇത് കോടതിയിൽ അലക്ഷ്യമായിട്ടുള്ള ഒരു ന്യൂസാണ് ഈ പ്രസംഗിക്കുന്നത്. അതെ, കാര്യം മനസാ വാച കർമ്മണ അറിയാത്ത ഒരു ജഡ്ജിയുടെ പേര് ഇതിനകത്ത് വലിച്ചയക്കപ്പെട്ടിരിക്കുകയാണ്. അതെ. അപ്പൊ അത് ഭയങ്കര മാധ്യമങ്ങളെ തല്ലി ഓടിക്കണം ജനങ്ങള്, എന്നാലേ രക്ഷപ്പെടുള്ളൂ ഇവിടെ ജനം. അതാണ് ഇവിടെ നടക്കാൻ ഈ കേസിന് മാത്രം എന്താണ് ഒരു സത്യസന്ധമായ ഒരു വിധി വന്ന, അല്ല ഒരു സാധാരണ എല്ലാ കേസിനും വിധി വരുമ്പോൾ അതിന്റെ വിധി വന്നതിന്റെ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ മീഡിയസ് വിളിച്ചു പറയാനായിട്ട് നോക്കും. ഇതിങ്ങനെ വിധി ഇതിനകത്ത് ഇതുവരെ ഈ ദിലീപിന് അനുകൂലമായിട്ടൊരു വിധി വരാനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു, ഇതിലെല്ലാം ഇതുപോലെ സത്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എവിടെയും പറയുന്നില്ല. വിധി വന്നിട്ടും ദിലീപ് ഇതിനകത്ത് പ്രതിയായിരുന്നു, ദിലീപ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നു. ഇത് എന്നാന്നറിയാവോ, മാധ്യമങ്ങള് 2017 ജനങ്ങളുടെ തലയിലേക്ക് ഈ നുണപ്രചരണം കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്നു. അപ്പോ ഇത് വന്നു കഴിഞ്ഞപ്പോ ജനങ്ങൾ ഈ ജഡ്ജ്മെന്റ് വായിച്ചപ്പോൾ ഈ ആടിനെ മറ്റേ അതായത് അണ്ണാനെയാണ് നെറ്റിപ്പോട്ടം കെട്ടി അന്ന് ആനയായി തെറ്റിക്കോട്ട് രാമചന്ദ്രനായിട്ട് ഈ മാധ്യമങ്ങള് ജനങ്ങളുടെ മുമ്പ് വെച്ചിരുന്നത്. അണ്ണാൻ ആനയെ ആടുമല്ല, അണ്ണാൻ അതിലും ചെറുത്. അപ്പൊ ഈ അണ്ണാനെ എങ്ങനെയും ഒരു ആനയാക്കുക എന്നുള്ളതാണ് ഈ മാധ്യമത്തിന്റെ ഒരു പ്രധാന പരിപാടി, അജണ്ട. 2017 നമ്മൾ കേട്ടതൊന്നും സത്യമല്ല മാധ്യമങ്ങൾ പറഞ്ഞത്. അപ്പം ഈ മാധ്യമങ്ങളുടെ അജണ്ട, അല്ലെങ്കിൽ നീ പറഞ്ഞ കൂട്ട് ക്രെഡിബിലിറ്റി ജനങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അതിന്റെ ഒരു കടിയാണ് ഈ മാധ്യമത്തിനുള്ളത്. അതാണ് ഇവിടെ, അല്ലാതെ വേറൊന്നും. ജനങ്ങളൊന്ന് ഈ ഒരു കേസിൽ ദിലീപ് പ്രതിയല്ല എന്ന് വിശ്വസിച്ച് വരുമ്പോഴത്തേന് വീണ്ടും പ്രതിയാണെന്ന് കാണിക്കാനായിട്ട് ഒരു തുമ്പ് ഇങ്ങനെ ഒരു പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അപ്പം ശരിയാണല്ലോ, അത് ശരിയാണല്ലോ എന്നൊരു ചിന്താഗതി വരും. എന്നാൽ ഈ ഒരു കേസിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇതൊന്നും എല്ലാവരും വായിച്ചിട്ട്, എല്ലാവരും ഈ മീഡിയ വരുന്ന കാര്യങ്ങളെ എല്ലാവർക്കും അറിയത്തുള്ളൂ, ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും. അപ്പൊ അവരെ പിന്നെ വീണ്ടും കണ്ണിൽ പൊടിയിട്ട് ദിലീപ് ഇതിനകത്ത് കുറ്റക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് പരിപാടി. അല്ല, അങ്ങനെയാ ഇത് കാണും. അങ്ങനെ തന്നെയാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ കാണുകയും കേൾക്കുമ്പോഴത്തെ ഇപ്പൊ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത്. ഇതൊരിക്കലും ദിലീപിനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഈ ഭൂലോകത്തും തന്നെ ഇല്ലാതാക്കണം. ചിലപ്പോൾ പല വ്യക്തികളുടെയും വളർച്ചയ്ക്ക്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു സമയത്ത് വിലങ്ങുതടിയായിട്ട് നിന്നിട്ടുണ്ടായിരിക്കും സിനിമയ്ക്കിടയിൽ. അതുകൊണ്ടായിരിക്കാം ഇനി ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഉയർച്ചത ഇവിടെ തുടങ്ങുന്നു എന്ന് കണ്ട് മനസ്സിലാക്കി ജനസമ്മതി, ജനങ്ങളുടെ ഒരു ആവേശം ദിലീപിലേക്ക് വീണ്ടും പഴയതുപോലെ അടുക്കുന്നു എന്ന് കണ്ട് മനസ്സിലാക്കിയപ്പോഴത്തേക്കിന് ആളുകൾക്കിടയിൽ ദിലീപിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കുറയ്ക്കുക. അതിപ്പോ പീഡനം ചെയ്താലും ശരി, പീഡനം ചെയ്തില്ലെങ്കിലും ശരി, പീഡിപ്പിച്ചത് അവൻ തന്നെ എന്ന രീതിയിലേക്ക് ഒരു കാർട്ടൂണിക് ആയിട്ടൊരു കോമിക്കായിട്ട് ഇറക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുന്നു. അതാണ് ഈ ഒരു കേസിനെ കുറിച്ച് ഇതുവരെ കണ്ട് വായിച്ച് വന്ന് ഈ വിധി കണ്ട് ജനങ്ങളുടെ പ്രതികരണവും പല വ്യക്തികൾ ദിലീപിനെതിരെ നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോഴും വ്യക്തമായിട്ട് നിഷ്പക്ഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം.